ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് ഇതേപോലെ കുട്ടി ഓട്ടട നമുക്കുണ്ടാക്കാം. അതിന് ഞാൻ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു സ്റ്റീമറിലേക്ക് വെച്ച് ഒന്ന് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാം. ഇത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ചീനിച്ചട്ടിയിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് വളരെ കനം കുറഞ്ഞ അവലാണ് ഞാൻ ഇതിനകത്തേക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പ് അളവിലുള്ള ചിരകിയ ശർക്കര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കര ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ആ അവലിലേക്കൊന്ന് അല്പമായിട്ട് പൊതിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്കൊരു 3 ഏലക്ക തൊലി കളഞ്ഞ് പൊട്ടിച്ച് അതിൻ്റെ കുരു പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ. ഇനി ഇതേപോലെ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഫില്ലിങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിനൊരു മാവ് തയ്യാറാക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ഈ സ്മാഷ് ചെയ്ത് വെച്ച നേന്ത്രപ്പഴവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒട്ടും വെള്ളമില്ലാതെ കുഴച്ചെടുക്കണം. കുറച്ചൊന്ന് കുഴച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി ആ മാവും ഈ നേന്ത്രപ്പഴവും കൂടെ മുഴുവനായിട്ട് അതിനകത്ത് യോജിപ്പിച്ച് കണ്ട ഇതേപോലെ നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കുറച്ച് മാവ് അതിനകത്തെടുത്ത് നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ച് ഇതേപോലെ പരത്തി എടുത്തതിന് ശേഷം ഈ അവലിൻ്റെ ഫില്ലിങ് അതിനകത്തേക്ക് എടുത്ത് ഫില്ല് എടുത്ത് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് എല്ലാം എടുത്ത് നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇതിൻ്റെ ഫില്ലിങ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റിലാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതും പിന്നെ നമുക്കും കഴിക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ ഒട്ടും പൊട്ടിപ്പോകാതെ വിധത്തിൽ നമ്മളിതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതേപോലെ ഓരോ കുട്ടി ഓട്ടട അതിലേക്ക് വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒന്ന് മറിച്ചിട്ട് അത് തിരിച്ചും മറിച്ചും ഇട്ട് അത് ബ്രൗൺ കളറേ ആകാവുള്ളൂ, അതൊട്ടും കരിഞ്ഞു പോകരുത്. ഇതേപോലെ ചെറിയ ബ്രൗൺ കളറാകുമ്പോഴേക്കും നമുക്കിത് ഇങ്ങനെ നമുക്ക് മൂപ്പിച്ച് നമുക്കെടുക്കാം. അങ്ങനെ ഞാൻ ഇത് 5 പീസ് മൂപ്പിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കുട്ടി ഓട്ടടയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബായ്.